ക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം ക്രിസ്തു പാപത്തിന് പരിഹാരം ചെയ്ത് പരപിതാവിൻ്റെ തിരുസന്നിധിയിൽ ക്രിസ്തുവിൻ്റെ പരിഹാരത്തിൽ പിതാവ് പ്രസാദിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് നമ്മൾ ക്രിസ്തുവിൻ്റെ പേരിൽ ചെയ്താലും ഉടനെ റിവാർഡ് വരും. ഇനി നമ്മൾ ശക്തി പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് ചെല്ലണത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാരണം ക്രിസ്തു ദൈവത്തിൻ്റെ മാത്രം പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നമ്മുടെ പദ്ധതിയല്ലല്ലോ, മനുഷ്യരാശിയുടെ പദ്ധതിയല്ല. ക്രിസ്തു ദൈവത്തിൻ്റെ മാത്രം പദ്ധതിയാണ്. അപ്പോഴേ ക്രിസ്തുവിനെ നേടാനോ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനോ ക്രിസ്തുവിൻ്റെ നാമത്തിലോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത് ദൈവമഹത്വമാണ്. ദൈവമഹത്വം സംഭവിച്ചാൽ അതിൻ്റെ പ്രതിഫലം ഉടനെ വരും. ഉടനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ പ്രതിഫലം വരും. അതുകൊണ്ടാണ് റോമൻ 4:20 പറയണത്. എന്താ പറയണത്? ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പൊ ദൈവത്തെ എന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ മാത്രമല്ല, അവിടെ വിശ്വാസം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് പൗലോസ് അങ്ങനെ പറയണത്. വിശ്വാസത്തെ ശക്തി പ്രാപിക്കാൻ പറ്റും, പ്രത്യാശയാ ശക്തി പ്രാപിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കൊരു കാര്യത്തിൽ പ്രത്യാശയില്ല എന്ന് വിചാരിച്ചോ, പ്രത്യാശയില്ല. വിശ്വാസം എല്ലാവർക്കും ഉണ്ടല്ലോ. ആൾക്കാർക്ക് പലപ്പോഴും കുറഞ്ഞു പോണത് എന്താ? പ്രത്യാശയാണ് കുറഞ്ഞു. ഈ പ്രത്യാശ കുറഞ്ഞു പോയാലും എൻ്റെ മാർഗം എന്താണ്? ഈ 4:20 റോമൻ 4:20 എന്താണ് എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തില് പ്രത്യാശയില് ദൈവസ്നേഹത്തില് ശക്തി പ്രാപിക്കുക. കാര്യം വിശ്വാസം പറഞ്ഞാൽ ഉടനെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബിബ്ലിക്കൽ തിയോളജി അനുസരിച്ച് എന്ത് ചെയ്യണം? പ്രത്യാശ പറയും, ദൈവസ്നേഹം പറയും. കാര്യം ഇതെല്ലാം ദൈവിക പുണ്യങ്ങളെന്ന് പറയും. ദൈവിക പുണ്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കാളുപരി ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ക്രിസ്തു നേടിയെടുത്ത പ്രസാദം, കൃപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് തന്നെ വളരെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ടേ, നമ്മൾ ചിലർ ചെയ്യുന്നത് തല മറിഞ്ഞാണ് ചെയ്യണത്, ഉടമ്പടി ചെയ്യണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കടമയല്ലേ ചെയ്യേണ്ടത്, അല്ലേ? അത് കടമ നിർവഹിക്കുക എന്ന് ഈശോ പറയുമല്ല. ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. അപ്പം അതെന്താണത്? കടമയാണത്. നമ്മുടെ ബൈബിളിൻ്റെ, നമ്മുടെ ഉടമ്പടിയുടെ ഭാഷയെ പറഞ്ഞാൽ നിബന്ധന എന്ന് പറയും, ഇല്ലേ? ഉടമ്പടിയുടെ ഭാഷ പറഞ്ഞപ്പോൾ 6:33 എടുത്തേ. 6:33 മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മറ്റുള്ളതെല്ലാം നമുക്ക് ലഭിക്കുക എന്നുള്ളത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അത് കടമ നിർവഹിച്ച് കഴിയുമ്പോഴാണ്.
ഈ ഉടമ്പടിക്കാരെല്ലാവരും ശ്രദ്ധിക്കണമെന്നറിയാം. ഉടമ്പടിക്കാരൊരിക്കലും മറ്റുള്ളവ എന്ന് പറയുന്ന നിയോഗങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കരുത്. നിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മാതാവിന് എഴുതി സമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിയോഗങ്ങൾ. അതിന് നമ്മളല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിനാരാ പ്രാധാന്യം കൊടുക്കേണ്ടത്? ദൈവമാണ്, നമ്മളല്ല. നമുക്ക് കൊടുക്കാൻ പറ്റുക? നമുക്കതിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റുമെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ. നമുക്ക് പറ്റത്തില്ല. നമ്മളുടെ ജോലി, വീട്, വിവാഹം, ജപ്തി നടപടി, വസ്തു വിൽപ്പന, രോഗസൗഖ്യം, ഇങ്ങനെ ഉള്ള പല കാര്യങ്ങളും നമ്മുടെ കൈപ്പിടിയിൽ മെറിറ്റിൽ ഒതുങ്ങാത്ത സമയത്താണ് നമ്മളത് ഉടമ്പടിയിലേക്ക് സെറ്റ് ചെയ്യണത്. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. നമ്മുടെ മെറിറ്റിൽ ഒതുങ്ങത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ദൈവത്തിൻ്റെ കൃപയിലേക്ക് ആ വിഷയം സെറ്റ് ചെയ്യും. ദൈവത്തിൻ്റെ കൃപയിലേക്കാണ്. അതാണ് നമ്മൾ എഫേസ്യൻസ് 2:8 ഉടമ്പടിയുടെ അടിസ്ഥാന തത്വമാണത്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഒന്നെടുത്തേ. എഫേസ്യൻസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ജീവിതത്തിൻ്റെ കുറേ വിഷയങ്ങള് നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് കനമുള്ള ആൾക്കാരായാലും ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ അടുത്ത ഓപ്ഷൻ? നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നേടിയെടുക്കാനേ പറ്റത്തില്ല എന്നല്ല ബൈബിൾ പറയണത്. അത് ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നമ്മൾക്കതിനെ കരകയറാൻ പറ്റും. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? നമ്മൾ ദൈവത്തിൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അപ്പോൾ ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമ്മൾ ആ വിഷയം സമർപ്പിക്കും. പിന്നെ നമ്മൾ അടുത്ത നമ്മുടെ പടി എന്താണ്? ദൈവത്തിൻ്റെ കൃപ ആർജിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൃപയെ ആർജിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്ത് ദൈവത്തിൻ്റെ കൃപയിലേക്ക് നിങ്ങളുടെ മെറിറ്റിൽ നിന്ന് കാര്യം പോയി. സ്വാമിയുടെ സാക്ഷ്യം മലപ്പുറത്തുനിന്ന് പെരിന്തൽമണ്ണയിൽ നിന്നാണ് സൗമ്യ. അപ്പം സൗമ്യയുടെ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് കേട്ടപ്പോഴാണ് ഈ സാക്ഷ്യം ഞാൻ സെലക്ട് ചെയ്തത്. അവൾ പറയുന്നത്, എനിക്ക് ഈ ഭൂമി പിളർന്ന് ഞാൻ താഴേക്ക് പോയി മരിച്ചു പോകാൻ എനിക്ക് തോന്നി, അത്രയും സങ്കടമായിരുന്നു എനിക്കെന്ന് പറഞ്ഞു. അത് വലിയ കുഴപ്പമില്ല, അതൊക്കെ ആൾക്കാർ സാധാരണ പറയണതാണ്. പക്ഷേ ആൾക്കാർ പറയാത്ത ഒരു സംഭവം പറഞ്ഞു വെച്ചാൽ, എൻ്റെ ചുറ്റും എല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ലാത്ത അവസ്ഥ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ചിരി വന്നുപോയി. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ എല്ലാവരെയും കണ്ട് പല്ലി വിളിച്ച് നിങ്ങൾ നടന്നോ? എപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു സ്വപ്നമാണെന്ന്. ജീവിതത്തിന് ചുറ്റും സംഭവിക്കുന്ന വിഷയങ്ങൾ എപ്പോഴും യാഥാർത്ഥ്യമാണെന്ന് ചിന്തിച്ചിട്ട് അവസാന കാലത്താണ് ഇത് സ്വപ്നമാണെന്ന് മനസ്സിലാകണത്. എന്താ കാര്യത്തിൽ നീ യാഥാർത്ഥ്യമൊന്നും പറഞ്ഞ് ചിന്തിച്ചിട്ട് യാഥാർത്ഥ്യമായിട്ട് നീ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം ഇവൾ പറഞ്ഞ കേട്ടില്ലേ, എല്ലാവരും ഉണ്ട് പക്ഷെ ആരുമില്ലാത്തൊരവസ്ഥ. അയ്യോ, ഇതാണ് ദൈവം അഡ്രസ്സ് ചെയ്യണത്. എൻ്റെ പേര് ഷിജി എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം വഞ്ചൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞ കൃപാസനത്തിൻ്റെ ആദ്യം തന്നെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ സാക്ഷ്യം പറയാം. എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത്. അതായത് 2022 നവംബർ 14 മാസമാണ്. നവംബർ 14-ാം തീയതി എൻ്റെ മോനൊരു പനി വന്നു. അപ്പോൾ പനി വന്നപ്പോഴത്തേനും ആദ്യം വിചാരിച്ച ഒരു സാധാരണ പനിയാണ്.
വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് 3 ദിവസം ഹോസ്പിറ്റലിൽ പോയി വന്നു. അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിച്ചു. പക്ഷേ 4-ൻ്റെ അന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം അതിൽ ചെറിയ വേരിയേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആദ്യം ഡെങ്കു എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഡെങ്കു ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും അത് നെഗറ്റീവായിരുന്നു. അങ്ങനെ ആദ്യം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് പോയത്. അതിനുശേഷം ഇങ്ങനെ പ്ലേറ്റ്ലെറ്റൊക്കെ ഭയങ്കര കുറവായതുകൊണ്ടും പിന്നെ കൗണ്ടെല്ലാം അബ്നോർമലായിരുന്നു. അങ്ങനെ വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവനെ PICUവിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ എങ്ങനെയാണ് ആ അവസ്ഥയിലൂടെ കടന്നു പോയെന്ന്. അപ്പോൾ അവർ 5 ദിവസം നോക്കാമെന്ന് പറഞ്ഞു. മേ ബി ഇൻഫെക്ഷൻ ആയിരിക്കും, ഇൻഫെക്ഷൻ ആകുമ്പോഴത്തേനും കൗണ്ടിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേനും ഓക്കെ 5 ദിവസം വെയിറ്റ് ചെയ്തു. പക്ഷേ കൗണ്ട് താഴുന്നതല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അവനുണ്ടായിരുന്നില്ല. അങ്ങനെ ബോൺ മാരോ ചെയ്യാമെന്ന് പറഞ്ഞു, അതായത് മജ്ജ കുത്തി പരിശോധനയാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ അല്ലായിരുന്നു, ആൾ ദുബായിലായിരുന്നു. അപ്പം ഞാനും മോനും എൻ്റെ വേറെ ആൾക്കാരായിട്ടാണ് പോകുന്നത് ഹോസ്പിറ്റലിലൊക്കെ. അങ്ങനെ ഹസ്ബൻഡ് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിലെ എമർജൻസി ലീവിന് വിളിച്ച് വരുത്തി. അങ്ങനെ മോൻ്റെ ബോൺ മാരോ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു 3-ൻ്റെ അന്നാണ് ഫസ്റ്റ് റിസൾട്ട് വരുന്നത്. ആദ്യം പകുതി റിസൾട്ടാണ് വരുന്നത്. അപ്പം PICUന്ന് മാറ്റി അവനൊരു നോർമലൊരു റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ റൂമിലിരിക്കുമ്പോഴാണ് ഒരു ഓങ്കോളജി ഡോക്ടർ ഞങ്ങളുടെ റൂമിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്തിനാണ് ഡോക്ടർ വരുന്നതെന്ന് കൂടി അറിയത്തില്ല. അങ്ങനെ ഡോക്ടർ വന്നോടനെ പറഞ്ഞു മോന് ബ്ലഡിൽ ക്യാൻസറാണ്. അപ്പം ബ്ലഡിൽ തന്നെ ഒരുപാട് തരം ക്യാൻസറുകളുണ്ട്. അതിൽ B സെല്ലിൽ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്നുള്ള ക്യാൻസറാണെന്ന് ഡോക്ടർ പറയും. അപ്പോൾ ഹസ്ബൻഡ് അടുത്തുണ്ടായിരുന്നില്ല, ഏട്ടൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയേക്കായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഡോക്ടർ വന്നു, എനിക്കറിയില്ല റൂം മാറിയതാണോ എന്നറിയില്ല, പക്ഷേ ഇതുപോലെ മോന് ക്യാൻസറാ, അപ്പോൾ ബ്ലഡിലാണ് ക്യാൻസർ എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് വന്നു ഡോക്ടറിനോടൊക്കെ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുപോലെ മോന് ക്യാൻസറാണ്, അപ്പം എന്താ പറയുക ക്യാൻസറാണെന്ന് പറയും. അപ്പം ആ സമയം എങ്ങനെ കടന്നു പോയെന്ന് എനിക്കിന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്കും എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഹസ്ബൻഡ് വന്ന് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ബ്ലഡിലാണ്, നമ്മൾ ഏത് സ്റ്റേജാണെന്ന് ചോദിച്ചു. ഏത് സ്റ്റേജാണെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു അങ്ങനെ ബ്ലഡ് ക്യാൻസറിന് സ്റ്റേജ് ഇല്ല, ബ്ലഡ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പാർട്സിലുള്ളൊരു ഇതാണല്ലോ, അപ്പം അതിന് പ്രത്യേകിച്ച് സ്റ്റേജും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയും. അങ്ങനെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള അവസ്ഥ ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പം നമ്മൾ RCCയിലാണ് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ഡോക്ടറിനെ അവിടെ കണ്ടപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു എന്തായാലും മോന് ഹൈ ഡോസ് വേണം, 90% സെൽസിലും ക്യാൻസർ ആയിരുന്നു അവന്. അപ്പം ഹൈ ഡോസ് വേണം, കൂടാതെ തന്നെ 8 റേഡിയേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ RCCയിൽ വെച്ചിട്ടൊരമ്മ വഴിയാണ് ഞാൻ കൃപാസനത്തിനെ മാതാവിനെ പറ്റി അറിയുന്നതും. അങ്ങനെ ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മോനെ ദൂരെ യാത്രയൊന്നും കൊണ്ടുപോകാൻ പാടില്ല, കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. കാരണം ഓൾറെഡി അവൻ കീമോതെറാപ്പിയിലായിരുന്നു. ഞങ്ങൾ പോയതും അപ്പം തന്നെ അവന് കീമോതെറാപ്പി എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ മാതാവിൽ വിശ്വസിച്ചിട്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു, ആലപ്പുഴ ഇവിടെ വന്നു. ഇവിടെ വന്നത് 2023 അതെ 2022 നവംബർ 22-നാണ് അവന് ക്യാൻസർ എന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഏകദേശം 2023 ഫെബ്രുവരി മാസം ഞങ്ങളിവിടെ വരികയും ഉടമ്പടി എടുത്തു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫാദറിനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. മോൻ്റെ ട്രീറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിട്ട് ഫാദറിനെ കണ്ടു. അപ്പോൾ ഫാദറിൻ്റെ വാക്കിൽ വിശ്വസിച്ചിട്ടാണ് അങ്ങോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ വിശ്വസിച്ച് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ ഫാദർ പറഞ്ഞു ഒന്നും വരില്ല, മോന് ഈ രോഗം പൂർണ്ണമായിട്ടും മാറും, പേടിക്കാനൊന്നും ഇല്ല. ആ വിശ്വാസത്തിലാണ് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയതും. അങ്ങനെ മാതാവിൻ്റെ കൃപയാൽ എൻ്റെ മോന് റേഡിയേഷൻസ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ റേഡിയേഷൻസ് എല്ലാം ഒഴിവായി. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഞാൻ 2ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്നത്. അപ്പോൾ 2ാമത്തെ കുഞ്ഞിനെ എനിക്ക് എന്താ പറയുക ആ പ്രഗ്നൻസി എങ്ങനെ കണ്ടിന്യൂ ചെയ്ത പോലും എനിക്ക് അറിയത്തില്ല. കാരണം എന്താ പറയുക എനിക്ക് നേരെ കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മോൻ്റെ കൂടെ വാർഡിലിരിക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ്.
അപ്പം അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോഴത്തേക്കും നമുക്ക് വേറെ ഒരാളുടെ സഹായം അങ്ങനെയൊന്നും പറ്റത്തില്ല. അമ്മ തന്നെയാണ് നിൽക്കേണ്ടത്, അമ്മ തന്നെയാണ് നോക്കേണ്ടത്. അപ്പം മോനെ എടുക്കുന്നതും, അപ്പോൾ അവന് 3.5 വയസ്സിലാണ് ക്യാൻസർ വന്നത്. അപ്പോൾ എടുക്കുന്നതും ബക്കറ്റ് വെള്ളം എടുക്കുന്നതും എല്ലാം ഈ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇങ്ങനെ എൻ്റെ നിയോഗത്തിൽ ഇതുകൂടി വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ എനിക്ക് ആരോഗ്യത്തോടെയും സുഖപ്രസവമായിട്ട് തരണം. കാരണം എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഇളയ കുഞ്ഞ്, രണ്ടാമത്തെ കുഞ്ഞ് എങ്ങനെയാണ് ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ കയ്യിൽ. അതെൻ്റെ അമ്മയുടെ കൃപയാണ്, എൻ്റെ മാതാവിൻ്റെ കൃപയാലാണ് എൻ്റെ മോനെ ഇന്ന് എനിക്ക് ആരോഗ്യത്തോടെ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ കിട്ടിയത്. അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഹസ്ബൻഡ് ഇവിടെ എമർജൻസി ലീവിന് വരുന്നത്. അപ്പോൾ അവിടെ ജസ്റ്റ് എമർജൻസി ലീവ് എന്ന് പറയുമ്പോൾ ഒരു 15 ദിവസത്തെ ലീവ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, കൂടുതലൊന്നും കാണത്തില്ല. പക്ഷേ 1 വർഷം എൻ്റെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏട്ടൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ അത് മീൻസ് നമുക്ക് ആ ജോലി നമുക്ക് ഒരു ഉറപ്പും ഇല്ല. കാരണം അതായത് 1 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറാണ്. പ്രൈവറ്റ് സെക്ടറിൽ 1 വർഷത്തെ ലീവൊന്നും ഒരിടത്തും കൊടുക്കുന്നില്ല. അങ്ങനെ ഏട്ടൻ 1 വർഷം നാട്ടിൽ ജോലി ഒന്നും ഇല്ലാണ്ട് മോൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് ഇവിടെ നിന്നത്. പക്ഷേ അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മാതാവേ എൻ്റെ ഹസ്ബൻഡ് തിരിച്ച് അതേ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റണേ എന്ന്. പക്ഷേ അത് മാതാവ് ഞങ്ങൾക്ക് ഇത് തന്നു, കൃപ തന്നു. മാതാവിൻ്റെ കൃപയാൽ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് അതേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ലീവിന് വന്നതാണ്, അതായത് പോയി ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞ് ലീവിന് വന്നപ്പോഴാണ് ഞങ്ങളിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. അങ്ങനെ അതേ കമ്പനിയിൽ അതേ പൊസിഷനിൽ അതേ സാലറിയിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ആ ജോലി തിരിച്ചു കിട്ടി. മോൻ്റെ അസുഖം ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറുകയും ഇപ്പം എൻ്റെ കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ തന്നെ സ്കൂളിൽ പോവുകയും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അവന് പൂർണ്ണ ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞാണ്. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതെൻ്റെ മാതാവിൻ്റെ കൃപയാൽ എൻ്റെ കുഞ്ഞിൻ്റെ രോഗമെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി തന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് RCCയിലുള്ള ഒരുപാട് അമ്മമാർ, കഷ്ടപ്പെടുന്ന അമ്മമാരുണ്ടായിരുന്ന ICUവിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അമ്മമാർ വന്ന് കരഞ്ഞ് പറയുമ്പോഴത്തേനും ഞാനിവിടെ മാതാവിൻ്റെ പത്രം കൊടുക്കുകയും മാതാവിൻ്റെ പേര് പറയുകയും ചെയ്യുമ്പോഴത്തേനും മാതാവിൻ്റെ പേര് പറയുകയും ചെയ്യും. എന്നിട്ട് പറയും കൃപാസനത്തിൽ പോവും, അല്ലെങ്കിൽ മാതാവിനെ ജസ്റ്റ് എന്താ പറയുക പ്രാർത്ഥിക്കും, അപ്പോൾ എല്ലാം ശരിയാവും. അങ്ങനെ ഒരുപാട് അമ്മമാർക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അങ്ങനെ ആ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ മാതാവിനോട് 1000 നന്ദി. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആദ്യമായി ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എനിക്ക് കൃപ തന്ന എൻ്റെ യേശുവിനോടും അമ്മ മാതാവിനോടും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിനി, ഇതെൻ്റെ ഹസ്ബൻഡ് അജിത്ത്, ഇതെൻ്റെ മകൾ അനന്യ, ഇതെൻ്റെ മകൻ ആദിത്യൻ. ഞങ്ങൾ തിരുവല്ല മുത്തൂർ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ ഹസ്ബൻഡ് ക്യാൻസറായിരുന്നു. അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് കവളിലൊരു മുഴ വരുമായിരുന്നു. അതിന്ന് ഡെയിലി പസ് വരുമായിരുന്നു. അങ്ങനെ എല്ലാ മാസവും 2 വർഷം ഞങ്ങൾ സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാർമസി പോലും അങ്ങനെ മരുന്ന് തരില്ലായിരുന്നു ഞങ്ങൾക്ക്. എന്നും ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ആ തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ടും അത് കരിയാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് നമ്മൾക്കിത് കരിച്ചു തരുന്നില്ല, നമ്മൾക്ക് മരുന്ന് തന്നെ വാങ്ങിച്ചും കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി ഒരു സ്ട്രിപ്പ് മരുന്നും കൂടെ വാങ്ങിച്ചു. അവർ തരില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട്, എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കത് തന്നു. ഞങ്ങളത് വാങ്ങിച്ചു വെച്ചു. എന്നിട്ടും പറഞ്ഞു നമുക്ക് ഒന്നും കൂടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളത് അന്ന് രാത്രിയിൽ ഞങ്ങൾ ഉടമ്പടി തൈലം എടുത്ത് പുരട്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ഇനി മരുന്ന് കഴിക്കാൻ അമ്മ ഇടവരുത്തരുതേ. എന്തുമാത്രം മരുന്ന് കഴിച്ചു, വയറ്റിലെല്ലാം പ്രശ്നമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പം ചെറുതായിട്ട് ആ മുറിവ് ഉണങ്ങാൻ തുടങ്ങി. അങ്ങനെ 3 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിച്ച് തൈലം പുരട്ടിയപ്പോൾ ആ മുറിവ് പൂർണ്ണമായി സൗഖ്യമായി. ഇപ്പോൾ ഒരു ശകലം പോലും ആ മുറിവിൽ നിന്ന് പഴുപ്പോ ഒന്നും വരില്ല. അതിന് അത്ഭുതകരമായി സൗഖ്യം തന്നു ഞങ്ങൾക്ക്. പിന്നീട് ഞങ്ങൾ എൻ്റെ മകന് വേണ്ടിയിട്ടായിരുന്നു അടുത്ത സാക്ഷ്യം. എൻ്റെ മകൻ SLC എക്സാം എഴുതിക്കൊണ്ടിരിക്കുക ആ സമയമായിരുന്നു. എൻ്റെ മോനൊരു സ്പൈനൽ കോഡിൽ ഒരു CS ഫ്ലൂയിഡിനൊരു പ്രഷർ കൂടുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അവന് പെട്ടെന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു, അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഉടമ്പടി തൈലം എടുത്ത് സ്ഥിരം ഞാൻ പരട്ടി കൊടുക്കുമായിരുന്നു. മോൻ പഠിക്കുമ്പോൾ ഇത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എന്നും ഞങ്ങൾ 4 പേരോട് ഒന്നിച്ച് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നും തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാമിന് പോകുമ്പോൾ അവൻ ആ തൈലം പുരട്ടിയായിരുന്നു പോകുന്നത്. അങ്ങനെ അവൻ SLC നല്ല മാർക്കോട് കൂടി പാസ്സായി. എൻ്റെ ആഗ്രഹമായിരുന്നു എല്ലാ മക്കളെയും പോസ്റ്റിലെല്ലാം ഓരോ കാണുമ്പോഴത്തേക്കിനും എല്ലാവരെയും ഫോട്ടോയും എല്ലാം കാണുമ്പോൾ എനിക്കും ആഗ്രഹമാണ് എൻ്റെ മോൻ്റെയും ഒരു ഫ്ലെക്സ് വേണം, അവനും ഒരു മൊമെൻ്റേ വേണം. അവനൊരു മൊമെൻ്റ് കിട്ടി. പൊന്നാട് അണിയിച്ച് എല്ലാവരും ആദരിച്ചു. അവനെ നല്ല മാർക്ക് വാങ്ങി പാസ്സായി. അങ്ങനെ മോൾക്ക് PCOD ഉണ്ടായിരുന്നു.
കുറേ മരുന്ന് കഴിച്ചു, അത് മാറുന്നില്ലായിരുന്നു. കറക്റ്റ് പീരീഡ്സ് ഒന്നും കറക്റ്റ് അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡെയിലി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവളുടെ PCOD മാറി. കഴിഞ്ഞ മാസവും ഞാൻ പറഞ്ഞു, അമ്മയെ ഞാൻ സാക്ഷ്യം പറയാൻ വരുമ്പോൾ എൻ്റെ മകൾക്ക് അത് മാറിയെന്ന് എനിക്ക് പറയാൻ, അമ്മയെ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ മകളുടെ കാര്യം എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണേന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ 2-3 മാസങ്ങളിൽ കറക്റ്റായിട്ട് അവൾക്ക് പീരീഡ്സ് വരികയും അത് PCOD മാറിപ്പോവുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ സാമ്പത്തികമായി ഭയങ്കര തകർന്നിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ക്യാൻസറായി. ഞങ്ങൾ രണ്ടുപേരും നല്ല ജോലി ഉണ്ടായിരുന്നു. എൻ്റെ ജോലി, ഞാൻ ഹോസ്പിറ്റൽ ലാബ് ടെക്നീഷ്യനായിരുന്നു. എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ 2 ലാബുകളിൽ ജോലിക്ക് കയറി. 2 എനിക്ക് കറക്റ്റായിട്ട് നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിരുന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളായിരുന്നു എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറയും, എൻ്റെ കർത്താവേ, ഞങ്ങളിങ്ങനെ എന്നും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് ജീവിക്കാനായിട്ട് ഇടവരുത്തല്ലേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഞങ്ങൾ ചെറിയൊരു കട തുടങ്ങി. അവിടെ നിന്ന് ഞങ്ങൾക്ക് അന്നത്തേക്കുള്ള ആഹാരം കർത്താവ് ഞങ്ങൾക്ക് ഇപ്പോഴും 3-4 വർഷമായിട്ട് ഞങ്ങൾ ഇപ്പോഴും അതിരുന്നു അന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഞാൻ ലാബ് ടെക്നീഷ്യൻ ആയത് കാരണം എനിക്ക് ജോലിക്ക് വേറെ എങ്ങും പോയിട്ട് ശരിയാവുന്നില്ല. അപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു ലാബ് തുടങ്ങിക്കൂടെ? അപ്പം ഞാൻ മോനോട് പറഞ്ഞു, മോനെ, അമ്മയ്ക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല. നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ വേണം അതൊക്കെ ചെയ്യാനായിട്ട്. നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. അമ്മ ഒന്ന് ശ്രമിക്കാമേ എന്ന് പറയുമ്പോൾ ഞാനിവിടെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിനോട്, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കൊരു ലാബ് തന്ന് സഹായിക്കണേ, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തന്നാൽ മതിയെന്നു. അങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ട് പോയി. എൻ്റെ പുറകെ എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട്, നീ അവിടെ ഒരു ലാബ് തുടങ്ങുന്നോ എന്ന് ചോദിച്ചു. എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട്, എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് എൻ്റെ അച്ഛനെ അമ്മയെ എപ്പോഴും എനിക്ക് നോക്കണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി അവരെ നോക്കുമായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ എനിക്കൊരു ലാബ് തുടങ്ങാൻ എനിക്ക് അമ്മ മാതാവ് യേശു അപ്പച്ചനും സാധിച്ചു തന്നു. ഞാൻ ഈ ഒക്ടോബർ 2-ാം തീയതി അതിൻ്റെ ഓപ്പണിംഗ് ആണ്. അതിൻ്റെ അവകാശി എല്ലാം എൻ്റെ യേശു അപ്പച്ചനും അമ്മ മാതാവുമാണ്. ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലോണിന് ചെന്നപ്പം പല ബാങ്കുകാരും ഞങ്ങളെ റിജക്റ്റ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പോയി തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി എനിക്ക് കാശ് രൂപം തന്ന് അനുഗ്രഹിച്ചു വിട്ടു. ഞാൻ ഇൻ്റർനാഷണൽ ബാങ്കിൽ തന്നെ എനിക്ക് ലോണ് കിട്ടി. എല്ലാ കാര്യങ്ങളും സാങ്ഷനായി. 2 ആഴ്ച കൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു. അതിലെനിക്ക് 2 ലക്ഷം രൂപയും കൂടെ എനിക്ക് ആവശ്യമായിട്ട് വന്നു. അതെല്ലാം എൻ്റെ അമ്മ മാതാവും യേശു അപ്പച്ചനും കൂടെ എനിക്ക് സാധിച്ചു തന്നു. ഞാൻ ചെറുപ്പം മുതലേ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഇത്രയും വലിയ ആൾക്കൂട്ടത്തിൽ എനിക്ക് നന്നായിട്ട് എൻ്റെ യേശു അപ്പച്ചനെക്കുറിച്ച് സാക്ഷ്യം പറയണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഒരു ഹിന്ദു ആയതുകൊണ്ട് എനിക്കത് എവിടെ പോയി പറയണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഇവിടെ അമ്മ മാധവനെക്കുറിച്ച് കേൾക്കുന്നത്. പെട്ടെന്നാണ് ഞാൻ അമ്മ മാധവനെക്കുറിച്ച് അറിഞ്ഞതും. എൻ്റെ ഫോണിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അമ്മ മാധവനെക്കുറിച്ച്. അങ്ങനെ ഞാൻ കൃപാസനം എവിടെയാണെന്ന് തിരക്കി. അങ്ങനെയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്നത്. അങ്ങനെ എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും ഒരു വലിയ ആൾക്കാരിൽ എൻ്റെ യേശു അപ്പച്ചനെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് അമ്മ മാതാവ് എനിക്ക് അതിനുള്ള അവസരം തന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കൊച്ചു കാര്യങ്ങളായാലും ഒരുപാട് നന്മകൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രം കൊടുക്കും, ഹോസ്പിറ്റലുകളിൽ പോയി പാവങ്ങൾക്കായി പൊതിച്ചോറുണ്ടാക്കി കൊടുക്കും. എന്നിട്ട് ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് യേശുവിനെക്കുറിച്ച് പറയാനായിട്ട് എൻ്റെ കുഞ്ഞിലെ തൊട്ട് യേശു അപ്പച്ചൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു കുഞ്ഞൊരു പേന വേണമെങ്കിൽ പോലും എനിക്കത് എവിടെന്നെങ്കിലും സാധിച്ചു കിട്ടുമായിരുന്നു. ഇന്ന് വരെ ഞങ്ങൾക്ക് ആഹാരത്തിന് മുന്നിട്ടിട്ടാക്കിയിട്ടില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ മാതാവ് യേശു അപ്പച്ചനും കൂടി എനിക്ക് സാധിച്ചു തന്നു. പിന്നെ എനിക്ക് അമ്മ മാതാവിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ യേശു അപ്പൻ തന്ന സമ്മാനമാണ് എനിക്ക് എൻ്റെ അമ്മ മാതാവ്. അപ്പം യേശു എനിക്ക് തന്ന സമ്മാനമായിട്ട് തന്നെയാണ് എൻ്റെ അമ്മ മാതാവ്. കാരണം എൻ്റെ ലാഭം ഞാൻ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. അത്ര ഒരു നന്നായി ഒരു ലാഭം തരാൻ അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെ നിന്ന് സഹായിച്ചു. യേശു അപ്പച്ചൻ തന്ന സമ്മാനമാണ് ഞങ്ങൾക്ക് അമ്മ മാതാവ്. എന്നും ഞങ്ങൾക്ക് എന്നും യേശു അപ്പച്ചൻ്റെ അമ്മ മാതാവിൻ്റെ കൃപയിൽ ജീവിക്കാനാണ് ഇഷ്ടം. ഞങ്ങൾ എന്നും ഉടമ്പടി തന്നെയായിരിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരോടും എനിക്കൊരു കാര്യം പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും. കാരണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിപ്പോൾ 10 മാസം ഞാൻ താമസിക്കും തോറും എനിക്ക് വിഷമമാകുമായിരുന്നു. അയ്യോ ദൈവമേ, എന്താ നടക്കാത്ത മാതാവ്, എന്ത് പറ്റി, എനിക്കിത് സാധിക്കത്തില്ല, എല്ലാം റിജക്ഷനായി പോകാനല്ലേ. ബാങ്കിൽ ചെല്ലുമ്പോൾ റിജക്ഷനായി പോകുന്നു എല്ലാം. അങ്ങനെ ബാങ്കിൽ ചെന്ന് റിജക്ഷനായി പോയി. ഒരു മാനേജറെ എനിക്കറിയാമായിരുന്നു. ആ മാനേജർ എനിക്ക് ലോൺ തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ എൻ്റെ അമ്മ മാതാവ് കാണിച്ചു തന്നു, അവരൊന്നുമല്ല, ദൈവം എന്നെ കാണിച്ചു തന്നു, അവരൊന്നുമല്ല നിന്നെ സഹായിക്കാൻ പോകുന്നത്, എൻ്റെ ദൈവം തന്നെ എന്നെ സഹായിച്ചതെന്ന് എന്നെ കാണിച്ചു തന്നു. ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ബാങ്കിൽ നിന്ന് എനിക്ക് ഒരു മടിയും കൂടാതെ, എനിക്ക് സിബിലിനകത്തൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബാങ്കിൽ ചെന്നപ്പോഴത്തേക്കിന് അവിടെ ഒരു പ്രശ്നമില്ലെന്ന് അവർ പറഞ്ഞു. ഒന്നും നോക്കാതെ തന്നെ അവരെ ഒരു പ്രശ്നമില്ല, ഇയാൾക്ക് ലോൺ തരാമെന്നും പറഞ്ഞ് എല്ലാം സാങ്ഷനാക്കി എത്രയും പെട്ടെന്ന് തന്നത് എനിക്ക്. ഇപ്പം ഞാൻ 2-ാം തീയതി ഓപ്പണിംഗ് ആണ്. എൻ്റെ മാതാവിനോട് പറഞ്ഞതിന് ശേഷമേ ഞാനത് ഓപ്പൺ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ മിഷനറി എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും ഞാനല്ല
എൻ്റെ ഹസ്ബൻഡും മക്കളും ഒന്നുമല്ല അതിന് അവകാശികൾ. എൻ്റെ യേശുപ്പച്ചനും മാതാവിൻ്റെ കീഴിലെ ജോലിക്കാരായിരിക്കും ഞങ്ങളെന്നും അങ്ങോളം ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കാനുമായിരിക്കുന്നത്. ഞാൻ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് സാക്ഷ്യം പറയുന്ന സത്യമായ കാര്യങ്ങളാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാൽ എന്നായാലും ഒരു കാലതാമസം ഉണ്ടായാലും എന്നായാലും അമ്മ മാതാവ് യേശുപ്പച്ചനും നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന കേൾക്കും. എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചത് എൻ്റെ യേശുപ്പച്ചനോടും എൻ്റെ അമ്മ മാതാവിനോടും കോടാനുകോടി നന്ദി പറയുന്നു.